സിനിമയെ ഗൗരവപൂർവ്വം സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടൊരു സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകം. ചിലപ്പോഴൊക്കെ വളരെ നിസ്സാരമായിട്ട് വളരെ ലാഘവത്തോടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ അതൊരു സ്ഥിരമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. സിനിമയ്ക്ക് പുറകിൽ ഇപ്പോൾ ഈ മൊയ്തീൻ്റെ കാര്യം പറഞ്ഞതുപോലെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയുടെ പുറകിൽ കഠിനമായ ഒരു ധ്യാനമുണ്ട്, ഒരു അധ്വാനമുണ്ട്, കമ്മിറ്റ്മെൻ്റ്. അത്തരത്തിൽ ആ സിനിമയെ അദ്ദേഹം ദീർഘകാലം വലിയ വർഷങ്ങളോളം അതിൻ്റെ പുറകെ സഞ്ചരിച്ച് ആ സിനിമയെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമ തന്നെ ആയി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം, ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എങ്ങനെയൊക്കെ അദ്ദേഹം എത്രമാത്രം, പ്രത്യേകിച്ചും ഒരു പുതിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ട ആൾക്കാരുണ്ട്. നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സംവിധായകനിൽ വിശ്വാസം അർപ്പിക്കേണ്ട കാര്യമുണ്ട്. ആ രീതിയിലൊക്കെ അദ്ദേഹം വളരെ തീക്ഷ്ണമായ ഒരു അനുഭവങ്ങളിലൂടെ ആയിരിക്കും ആ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ കടന്നുപോയിട്ടുള്ളത്. എങ്കിൽ പോലും അതിനെയൊക്കെ ക്ഷമയോടെ അതിജീവിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ എത്തുകയും ഇന്ന് വളരെ വലിയ രീതിയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത്തരം കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സിനിമയെ വളരെ ലാഘവത്തോടു കൂടി ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കഥ തട്ടിക്കൂട്ടി, ഒരു ദിവസത്തെ കഥ, 2 ദിവസത്തെ കഥ, അല്ലെങ്കിൽ അങ്ങോട്ട് 3-4 കഥകൾ ഒന്നിച്ചുകൊണ്ട് ഒരു ലൈനാക്കി, അത് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ആവശ്യമാണ്. സിനിമയിൽ സ്ഥിരം രീതിയിലുള്ള സിനിമ കഥ പറച്ചിലുള്ളതൊന്നുമല്ല വേണ്ടത്, മാറ്റങ്ങൾ വേണം. പക്ഷേ മാറ്റങ്ങൾക്ക് പുറകിൽ സത്യസന്ധമായ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, സത്യസന്ധത വേണം, ഒരു സിൻസിയർ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി, എന്തിനാണ് ഞാനൊരു സിനിമ എടുക്കുന്നത്, എന്തിനാണ് ഞാനൊരു കഥ പറയുന്നത്, അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യം നമുക്ക് ആദ്യം വേണം. ഫിലിം മേക്കർ ആദ്യം അതിനെക്കുറിച്ചൊരു ബോധ്യമാണ്. ഞാൻ ഈ സിനിമ എന്താണ്, ഈ സിനിമ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടി ഞാൻ ഈ സിനിമ എടുക്കുന്നു എന്നുള്ളൊരു ബോധ്യം ആദ്യമാണ്. ആ ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്തിയ ശേഷം ആ സിനിമയെ സമീപിക്കുമ്പോഴാണത് ഒരുപക്ഷെ പ്രേക്ഷകരുടെയും സിനിമയുടെ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നവരും പ്രേക്ഷകരും ഒരേ ചാലകശക്തിയായി ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണം. അപ്പോഴാണ് സിനിമ വിജയിക്കുക. അവർ ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളാണ്. അതോടൊപ്പം തന്നെ അവർ വലിയ താരങ്ങളാണ്. അപ്പോൾ അവരുടെ ഷോൾഡറിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റാർ എന്ന നിലയിൽ, ഒരു താരം എന്ന നിലയിൽ അവരെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർക്ക് പരിമിതികൾ, അവർ ശരിക്കും അത്തരം പരിമിതികളിലേക്ക് കെട്ടപ്പെട്ടു പോയി. അതൊരു എന്താണ്, മുമ്പ് ആദ്യം ഇപ്പോൾ കിരീടം ചെയ്യുന്ന കാലത്തും അല്ലെങ്കിൽ തനിയാവർത്തനം ചെയ്യുന്ന കാലത്തൊന്നും അവർക്ക് അത്തരം ബാധ്യതകളുണ്ടായിരുന്നില്ല. ഒരു താരത്തിൻ്റെ വലിയ ഒരു ഭാരം അവരുടെ മേൽ വന്നിരുന്നില്ല. അവർ നല്ല ആക്ടേഴ്സ് എന്ന നിലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല കഥകൾ തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു സ്പേസും ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ഘടകങ്ങളെ അവർക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഒരു കഥയും കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ. ശരിക്കും അത് വലിയ സങ്കടകരമായ സാഹചര്യം കൂടെയാണ്. കാരണം ഇത്രയും നല്ല അഭിനേതാക്കളിൽ നിന്ന് നമുക്ക് മികവുറ്റ കഥാപാത്രങ്ങളെ അടുത്ത കാലത്തായി കിട്ടുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള സമാനമായിട്ട് ചിന്തിക്കുന്ന ഫിലിം മേക്കേഴ്സ് വിചാരിച്ചാൽ മാത്രം അത് സാധ്യമാകുന്നില്ല. കാരണം അതിന് അവരുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ നിലപാട് അവരെടുക്കുന്ന കാലത്ത് അത്തരം സിനിമകൾ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിൽ അവർ മനസ്സിലാക്കുമോ, അവർ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ മനസ്സിൽ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഇതിനും അപ്പുറത്തേക്ക് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് ഫെയിമോ ഒന്നും ഇനി അവരെ ബാധിക്കുന്നൊരു കാര്യമല്ല. അവർക്ക് അതൊരു വിഷയമല്ല, ആക്കേണ്ട കാര്യമല്ല. അവരിൽ നിന്നും നമുക്ക് ഒരുപക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ, ഇവരൊക്കെ ഇനിയും എത്രയോ നല്ല കഥാപാത്രങ്ങളെ നമുക്ക് നൽകേണ്ടവരായിരുന്നു, ഇവരുടെ അഭിനയത്തിൻ്റെ ആ പരമോന്നതമായ അവസ്ഥകളെ നമുക്ക് എന്തുകൊണ്ട് ലഭിക്കാതെ പോയി എന്ന് നമ്മളും അവരും ഭാവിയിൽ ചിന്തിച്ചേക്കാം. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അത് ചിന്തിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും അത് ചിന്തിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലേ, അവർക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അവരുടെ സ്റ്റാർഡത്തെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അത്തരം പരിമിതികളുണ്ട്. അവരെ വെച്ച് സിനിമ എടുക്കാൻ വരുന്നവർ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള പരിമിതികളുടെ പ്രത്യേകിച്ചും ഈ താരാരാധന പോലെ ഫാൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ ഫാൻസ് എന്ന് പറയുന്നത് ശരിക്കും അത്തരത്തിലുള്ള ഒരു ആക്ടറെ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ്, ഒരു താരത്തെ സൃഷ്ടിക്കുകയും ഒരു അഭിനേതാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന
ഒരു 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 പ്രക്രിയ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വിധേയരാകാതെ നിൽക്കുക എന്നുള്ളത് ആ വ്യക്തികളുടെ സ്വന്തമായ തീരുമാനമാണ്. അതിന് വിധേയപ്പെട്ട് പോകുമ്പോൾ അവരത്തരം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നു. അപ്പം സ്വയമായിട്ട് അത്തരം കാര്യങ്ങളിൽ താൻ എന്താണ്, തൻ്റെ നിലപാടെന്താണെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും അവർക്കുള്ളതാണ്. അവർ ചെയ്യുകയാണ് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്.